സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഹൈലി ക്രിയേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഹൈലി ടെക്നിക്കലാണ്. അതായത് ഹൈലി ടെക്നിക്കൽ അല്ലെങ്കിൽ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യത്തെയും ഒരു സോഫ്റ്റ്വെയറിനോ ഒരു AI-ക്കോ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക് നോളജ് ഈസ് ഫൗണ്ട് ബൈ പെർസ്യൂയിങ് യുവർ ജെനുവിൻ ക്യൂരിയോസിറ്റി ആൻഡ് പാഷൻ റാദർ ദാൻ വാട്ട് എവർ ഈസ് ഹോട്ട് റൈറ്റ് നൗ. നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഹോട്ട് ആയിട്ടുള്ളത് എന്ന് നോക്കി നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ക്രിയേറ്റേഴ്സ്, പല ബിസിനസ്സുകൾ, പല സ്റ്റാർട്ടപ്പുകൾ, ഇവരെല്ലാവരും ചെയ്യുന്നത് ഇതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്താണ് ട്രെൻഡിങ് എന്ന് നോക്കിയിട്ടാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇത് ലോങ് ടേമിൽ ബെനിഫിഷ്യൽ ആയിരിക്കില്ല. ആൻഡ് ലോങ് ടേമിൽ ബെനിഫിഷ്യൽ അല്ലാത്ത ഒരു കാര്യം നമുക്ക് വെൽത്ത് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് കൂട്ടാൻ പറ്റില്ല. It is either playing the money game or status game. Building specific knowledge will feel like play to you but will look like work to others. സോ ഇതിൽ നെവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പെസിഫിക് നോളജ് ബിൽഡ് ചെയ്യുവാണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്ലേ ആയിട്ട് തോന്നും. ഒരു കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ആവില്ല. അതേസമയം ഇത് കണ്ടു നിൽക്കുന്ന വേറെ ഒരാൾക്ക് ഇതൊരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. വെൻ സ്പെസിഫിക് നോളജ് ഈസ് ടോട്ട്, ഇറ്റ്സ് ത്രൂ അപ്രന്റിസ്ഷിപ്സ്, നോട്ട് സ്കൂൾസ്. സോ സ്പെസിഫിക് നോളജ് നമുക്ക് ഒരിക്കലും സ്കൂളിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒന്നുകിൽ ഒരു അപ്രന്റിസ്ഷിപ്പ് അല്ലെങ്കിൽ നമ്മളൊരു വർക്കിൽ ഇൻവോൾവ് ആയി നമ്മൾ ഓൺ ദ ജോബിലേ നമുക്ക് സ്പെസിഫിക് നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ.